പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗമായ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നാം പഠിക്കുന്നത്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്. നമുക്കറിയാം, there is an inverse relationship between price and quantity demanded of a commodity as per law of demand. ഇല്ലേ? Yes, but this law does not say the degree of responsiveness in quantity demanded due to change in price. വില മാറുമ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എത്രയായിരിക്കുമെന്ന് ലോ ഓഫ് ഡിമാൻഡ് പ്രസ്താവിക്കുന്നില്ല, പറയുന്നില്ല. To find the degree of responsiveness in quantity demanded due to the changes in price, we use a technique in economics that is called elasticity of demand, particularly price elasticity of demand. Even though there are different types of elasticities, as a beginner we discuss here only price elasticity of demand. ഇവിടെ നാം വില ഇലാസ്തികത മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. Price elasticity measures the change in quantity demanded due to change in price. ഒരു വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം ആ വസ്തുവിൻ്റെ ഡിമാൻഡിൽ എത്രമാത്രം മാറ്റം ഉളവാക്കുന്നു എന്നത് കണ്ടെത്തുകയാണ് ഇലാസ്റ്റിസിറ്റി ചെയ്യുന്നത്. Price elasticity can be measured in 3 ways. The first method is percentage or proportionate method. ഇതിന് ശതമാന രീതി അഥവാ ആനുപാതിക രീതി എന്ന് പറയും. The second method is that geometric method or point method. ജ്യാമിതീയ രീതി അഥവാ ബിന്ദു രീതി എന്ന് പറയും. And the third method is that expenditure method or total outlay method. ചെലവ് രീതി എന്ന് പറയും. ഈ 3 രീതിയിൽ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത കണക്കാക്കാം. നമുക്ക് ആദ്യമായി പെർസെൻറ്റേജ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ചർച്ച ചെയ്യാം. പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഫോർമുലയാണ് ED = അഥവാ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് = പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഒന്നുകൂടി, ED = പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള ആനുപാതികപരമായ മാറ്റം ഡിവൈഡഡ് ബൈ വിലയിലുള്ള ആനുപാതികപരമായ മാറ്റം. ഓക്കെ, ഇത് നമുക്ക് ED = പ്രൊപ്പോർഷനേറ്റ് ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ഡെൽറ്റ P എന്ന് എഴുതാം. ഇവിടെ ഡെൽറ്റ എന്ന പദം സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്, മാറ്റത്തെയാണ്. എങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് ഈ ഇക്വേഷൻ നമ്മോട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ്റെ ന്യൂമറേറ്റർ ഭാഗമായ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്താണെന്ന് പരിശോധിക്കാം. പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, പെർസെൻറ്റേജ് ഡെൽറ്റ Q = ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റിയിലുണ്ടായ മാറ്റം, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡെൽറ്റ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി, ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓർ ഓൾഡ് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് Q. ഓക്കെ, ഇനി എന്താണ് ഡെൽറ്റ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ
ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ മാറ്റം ഈസ് ഈക്വൽ ടു ന്യൂ ക്വാണ്ടിറ്റി മൈനസ് ഓൾഡ് ക്വാണ്ടിറ്റി. ന്യൂ ക്വാണ്ടിറ്റി മൈനസ് ഓൾഡ് ക്വാണ്ടിറ്റി. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വ്യക്തമാക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ മാറ്റത്തിൻ്റെ തോത് കിട്ടി. ഇനി അതിനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100 എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ്റെ ഡിനോമിനേറ്റർ ഭാഗം എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. വിലയിലുണ്ടായിട്ടുള്ള ആനുപാതികപരമായ മാറ്റം കാണണം. ഈസ് ഈക്വൽ ടു എന്താണ്? വിലയിലുണ്ടായ മാറ്റം ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഓർ ഇനീഷ്യൽ പ്രൈസ് ഓർ ഓൾഡ് പ്രൈസ്. വിലയിലുണ്ടായ മാറ്റത്തെ അതിൻ്റെ ഓൾഡ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിലയിലെ മാറ്റത്തിൻ്റെ തോത് നമുക്ക് ലഭിക്കും, ഇല്ലേ? അപ്പം ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ന്യൂ പ്രൈസ് മൈനസ് ഓൾഡ് പ്രൈസ്. ഈ മാറ്റത്തിൻ്റെ തോതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും, ആനുപാതികപരമായ മാറ്റം കിട്ടും. ഓക്കെ, റൈറ്റ് ആണല്ലോ? ഇനി നോക്കിക്കൊള്ളൂ, ഈ ഇക്വേഷനിലേക്ക് നമുക്ക് കണ്ടുപിടിച്ച കാര്യങ്ങൾ മാറ്റി എഴുതാം. ഇ ഡി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായി? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്തായി? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100 ഇല്ലേ? ഇവിടെ 100 ക്യാൻസൽ ഔട്ടായി, കഴിച്ച് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. ഇത് നമുക്ക് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഹരിക്കണം ഡെൽറ്റ പി ബൈ പി എന്ന് എഴുതാം, ഇല്ലേ? ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്ന് പറഞ്ഞാലും ഫ്രാക്ഷനാണ്, ഡെൽറ്റ പി ബൈ പി എന്ന് പറഞ്ഞാലും ഫ്രാക്ഷനാണ്. നമുക്കറിയാം, രണ്ട് ഫ്രാക്ഷനുകളെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒന്നിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇല്ലേ? എങ്കിൽ നാം ഇവിടെ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ അവിടെ അങ്ങനെ തന്നെ വെച്ചു. ഡിവിഷന് പകരം ഇവിടെ നാം മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഏതിനെ കൊണ്ട്? ഡെൽറ്റ പി ബൈ പിയുടെ റെസിപ്രോക്കൽ കൊണ്ട്. അത് അവിടേക്ക് പോകുമ്പോൾ അത് തല തിരിഞ്ഞു വരും. പി മുകളിൽ വരും, ഡിനോമിനേറ്റർ ഡെൽറ്റ പി താഴെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ ക്യൂ ബൈ ക്യൂവിനെ ഡെൽറ്റ പി ബൈ പിയുടെ റെസിപ്രോക്കലായ പി ബൈ ഡെൽറ്റ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നാം ഡെൽറ്റ ക്യൂ ഡെൽറ്റ പി ഇവയെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയും പി ക്യൂ എന്നിവയെ മറുഭാഗത്തേക്ക് മാറ്റുകയുമാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ പിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ മറുഭാഗത്തേക്ക് പോയാൽ ക്യൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനാണ് നമ്മുടെ പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഫോർമുല. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇ ഡി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട്
ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം നാം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം. വളരെ ശ്രദ്ധിച്ച് ചോദ്യം കേൾക്കുക. എ കൺസ്യൂമർ ബൈസ് 5 kilograms of mangoes at price ₹20. Okay. When the price of mangoes decreased to ₹16, the consumer buys 7 kilograms of mangoes. Find elasticity of mango. ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ വളരെ ശ്രദ്ധയോടുകൂടി ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നാം പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതെഴുതി വയ്ക്കുക. ഇവിടെ പിക്ക് നാം P1 എന്നും ക്യൂവിന് പകരം Q1 എന്നും അടയാളപ്പെടുത്തുന്നു. ഓക്കെ. ഇനി നിങ്ങൾ ചോദ്യം വായിച്ചതിന് ശേഷം ഈ ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പദങ്ങളും പേപ്പറിൻ്റെ വലത് ഭാഗത്ത് എഴുതി വയ്ക്കുക. ചോദ്യത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? എ കൺസ്യൂമർ ബൈസ് 5 kilograms of mangoes. എങ്കിൽ നമ്മളുടെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി, ഒറിജിനൽ ക്വാണ്ടിറ്റി, ഓൾഡ് ക്വാണ്ടിറ്റി Q1 ഈസ് ഈക്വൽ ടു എത്രയാണ്? Q1 ഈസ് ഈക്വൽ ടു 5 kilograms of mangoes at price ₹20. അപ്പോൾ ഓൾഡ് പ്രൈസ്, ഇനീഷ്യൽ പ്രൈസ്, ഒറിജിനൽ പ്രൈസ് P1 ഈസ് ഈക്വൽ ടു എത്രയാണ്? ₹20. P1 ഈസ് ഈക്വൽ ടു ₹20. ഓക്കെ. When the price of mangoes decreased to ₹16, പുതിയ വില, ന്യൂ പ്രൈസ് P2 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ ടു ₹16. A consumer buys 7 kilograms of mangoes. New quantity. അല്ലേ? Q2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 7 kilograms. Q2 ഈസ് ഈക്വൽ ടു 7. ഓക്കെ. ഇനി നാം നേരത്തെ പഠിച്ചിട്ടുള്ള ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ക്വാണ്ടിറ്റി മൈനസ് ഓൾഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q2 മൈനസ് Q1 അല്ലേ? Q2 ഈസ് ഈക്വൽ ടു 7 മൈനസ് Q1 ഈസ് ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു 2. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 2 കിട്ടി. എങ്കിൽ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഡെൽറ്റ പി കാണണം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ന്യൂ മൈനസ് ഓൾഡ്. ന്യൂ പ്രൈസ് P2 ഈസ് ഈക്വൽ ടു 16 മൈനസ് ഓൾഡ് പ്രൈസ് P1 ഈസ് ഈക്വൽ ടു 20 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? -4. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു -4 എങ്കിൽ ഡെൽറ്റ പിയുടെ സ്ഥാനത്ത് നമുക്ക് -4 എന്ന് എഴുതാം. ഇൻറ്റു P1 ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 20. Q1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. ഓക്കെ. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമ്മളുടെ മാംഗോയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി ഇവിടെ നോക്കുക. 5 20 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും ഇല്ലേ? ഇവിടെ 4ഉം
4ഉം ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും അല്ലേ? എങ്കിൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? -2 കിട്ടും. റൈറ്റ്? മൈനസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. എപ്പോഴും വിലയും ക്വാണ്ടിറ്റി ഡിമാൻഡും പരസ്പരം ഓപ്പോസിറ്റ് ബന്ധമായതുകൊണ്ട്, ഇൻവേഴ്സ് ബന്ധമായതുകൊണ്ട് നമ്മുടെ ഇലാസ്റ്റിസിറ്റി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. പക്ഷേ ഇക്കണോമിക്സിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം അറിഞ്ഞാൽ മതി എന്നതുകൊണ്ട് തന്നെ നാം ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എപ്പോഴും ആബ്സല്യൂട്ട് വാല്യൂവിലാണ് എഴുതുക. അപ്പോൾ നമ്മളുടെ ആബ്സല്യൂട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 2 എന്നാണ് ഇവിടെ എഴുതുക. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എഴുതിയാൽ 2 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്, ഒരു പ്രോബ്ലമാണ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിസിറ്റി കാണാൻ ചോദിക്കാറുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 2 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. സാധാരണ പരീക്ഷയിൽ ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ് എന്നുകൂടി ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ. എല്ലാ വസ്തുക്കളും വിലയിലുള്ള മാറ്റത്തോട് ഒരേപോലെയല്ല പ്രതികരിക്കാറുള്ളത്. നമുക്കറിയാം. ചിലപ്പോൾ വിലയിലുള്ള ആനുപാതികപരമായ മാറ്റത്തെക്കാൾ കൂടുതലായി ഡിമാൻഡിൽ ആനുപാതികപരമായ മാറ്റം സംഭവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നിൽ കൂടുതലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ മാറ്റം. എങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഹിയർ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ് ഈ കേസിൽ. എങ്കിൽ ഇത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് 1 ആയിരുന്നു കിട്ടിയത് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ ആനുപാതികപരമായ മാറ്റവും പ്രൈസിലുണ്ടായ ആനുപാതികപരമായ മാറ്റവും ഈക്വൽ ആയിരിക്കും. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 കിട്ടും. അത്തരം കേസിൽ ഇ ഡി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതിനെയാണ് നാം യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയാറുള്ളത്. ഓക്കെ. ചില കേസിൽ വിലയിലുണ്ടായ ആനുപാതികപരമായ മാറ്റത്തെക്കാൾ കുറവായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്. അങ്ങനെയുള്ള അവസരത്തിൽ ഇലാസ്റ്റിസിറ്റി വാല്യൂ നമുക്ക് ലഭിക്കുന്നത് 1ൽ താഴെയായിരിക്കും. എങ്കിൽ അത്തരം കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ. ചില കേസുകളിൽ വിലയിൽ എന്ത് തരം മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കാറില്ല. ഉദാഹരണമായിട്ട് സോൾട്ട്, ഉപ്പിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഉപ്പിന് വില കൂടിയത് കൊണ്ട് നാം കുറച്ച് വാങ്ങിക്കുകയുമില്ല, ഉപ്പിന് വില കുറഞ്ഞത് കൊണ്ട് നാം കൂടുതലായി വാങ്ങിക്കുകയും ഇല്ല. എങ്കിൽ വിലയിലുള്ള മാറ്റം ഉപ്പിൻ്റെ ഡിമാൻഡിൽ, സോൾട്ടിൻ്റെ ഡിമാൻഡിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉളവാക്കുന്നില്ല, ഇല്ലേ? അപ്പോൾ റെസ്പോൺസീവ്നെസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻ ദ കേസ് ഓഫ് സോൾട്ട് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ഈസ് നത്തിങ്. സോ ഇലാസ്റ്റിസിറ്റി ഇൻ ദ കേസ് ഓഫ് സോൾട്ട് ഈസ് 0. അത്തരം കേസിൽ ഇ ഡി, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. ഇനി വളരെ റെയറായിട്ട് പലപ്പോഴും തിയറിറ്റിക്കൽ മാത്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായ, വളരെ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള, കാണിക്കാൻ മാത്രം ഉള്ള ഒരു മാറ്റം വിലയിൽ സംഭവിച്ചിട്ടില്ല. ഈ ഒരു മാറ്റം കൊണ്ട്
ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം രണ്ട് എക്സ്ട്രീം എൻഡിലാണ്. വിലയിലൊരു സ്ലൈറ്റസ്റ്റ് വർധനവുണ്ടായിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 0 ചുരുങ്ങുകയും വിലയിലൊരു സ്ലൈറ്റസ്റ്റ് മൈന്യൂട്ടായിട്ടുള്ള കുറവ് വരികയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അനന്തമായിട്ട് പോവുകയുമാണ് എങ്കിൽ ഇ ഡി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ആൽഫ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് തിയററ്റിക്കൽ മാത്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, നാം ഇത്രയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പെർസെൻറ്റേജ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എത്രയായിരിക്കും എന്നതാണ് വില ഇലാസ്തികത കണക്കാക്കുന്നത്. ഫോർമുല ഇ ഡി ഈസ് ഈക്വൽ ടു ചോദനത്തിലെ ആനുപാതിക മാറ്റം ഡിവൈഡഡ് ബൈ വിലയിലെ ആനുപാതിക മാറ്റം. ഈ പാഠഭാഗം നമുക്ക് 3 ആയി തിരിക്കാം. ഭാഗം 1. ടെക്സ്റ്റ് ബുക്കിലെ സമവാക്യത്തിലേക്ക് എത്തിച്ചേരുക. വില ഇലാസ്തികത നമുക്ക് ഇ ഡി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഡെൽറ്റ പി എന്നെഴുതാം. ഇവിടെ ഡെൽറ്റ ക്യൂ ഇംപ്ലൈസ് ന്യൂ ക്വാണ്ടിറ്റി Q2 മൈനസ് ഓൾഡ് ക്വാണ്ടിറ്റി Q1. ഡെൽറ്റ പി ഇംപ്ലൈസ് ന്യൂ പ്രൈസ് P2 മൈനസ് ഓൾഡ് പ്രൈസ് P1 എന്നിവയെ സൂചിപ്പിക്കും. പെർസെൻറ്റേജ് ഡെൽറ്റ ക്യൂ സൂചിപ്പിക്കുന്നത് Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q1 ഇൻറ്റു 100 എന്നാണ്. അതുപോലെ പെർസെൻറ്റേജ് ഡെൽറ്റ പി സൂചിപ്പിക്കുന്നത് P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ഇക്വേഷൻ ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ Q1 ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ P1 ഇൻറ്റു 100 എന്നാവുന്നു. ഇവിടെ 100 ക്യാൻസൽ ഔട്ട് ആയിപ്പോകും. ഇക്വേഷൻ ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ Q1 ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P1 എന്നായി മാറുന്നു. ഇത് നമുക്ക് വീൽക്രമം കൊണ്ട് ഗുണിച്ചെഴുതാം. അപ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ Q1 ഇൻറ്റു P1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് മാറ്റി എഴുതാം. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 ബൈ Q1 എന്ന ഫൈനൽ ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നു. ഭാഗം 2. ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്ക് ചെയ്യാം. ചോദ്യം: Suppose an individual buy 15 bananas when its price is ₹5 per banana. When the price increases to ₹7 per banana, he reduces his demand to 12 bananas. Find elasticity of banana. ചോദ്യം ശ്രദ്ധാപൂർവം വായിക്കുക. ഇക്വേഷൻ എഴുതുക. ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 ഡിവൈഡഡ് ബൈ Q1. അവിടെ P1 ഡെൽറ്റ പി Q1 ഡെൽറ്റ ക്യൂ എന്നിവയുടെ വാല്യൂ വലതുഭാഗത്തായി എഴുതുക. ഇവ നമ്മുടെ ഇക്വേഷനിൽ യഥാസ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂവിന് പകരം -3 ഡെൽറ്റ പിക്ക് പകരം 2 കൊടുക്കുക. ഇൻറ്റു ചിഹ്നം ഇട്ടതിന് ശേഷം P1 പകരം 5 Q1 പകരം 15 എന്നിങ്ങനെ മാറ്റി എഴുതുക. നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഇ ഡി ഈസ് ഈക്വൽ ടു -3/2 ഇൻറ്റു 5/15 എന്നതായി. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇ ഡി ഈസ് ഈക്വൽ ടു -0.5 എന്ന് ലഭിക്കുന്നു. ആബ്സല്യൂട്ട് വാല്യൂ 0.5 എന്നും ലഭിക്കുന്നു. ഭാഗം 3. ഇ ഡി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനമെന്നും ഇ ഡി ഈസ് ഈക്വൽ ടു <1 ആണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനമെന്നും ഇ ഡി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഏകാത്മക ഇലാസ്തിക ചോദനമെന്നും ഇ ഡി ഈസ് ഈക്വൽ ടു >1 ആണെങ്കിൽ ഇലാസ്തിക ചോദനമെന്നും ഇ ഡി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണെങ്കിൽ പൂർണ്ണ ഇലാസ്തികമായ ചോദനമെന്നും പറയുന്നു. ഇത്രയും നേരം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.
ഗുഡ് ബൈ.